വചനം വചനം ത്രിയേക ദൈവമവചനം വചനം. നന്നേ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ മലയാളമൊക്കെ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മുടെ സ്കൂളുകളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്ന ഒരു ചോദ്യമാണ് വാക്യത്തിൽ പ്രയോഗിക്കുക. അപ്പോൾ ഒരു വാക്ക് വാചകത്തിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിപ്പിക്കാനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു ക്ലാസ് ടെസ്റ്റ് നടത്തി ടീച്ചർ നൽകിയ വാക്യത്തിൽ പ്രയോഗിക്കാൻ വേണ്ടി തന്ന വാക്ക് ഭാഗ്യവശാൽ എന്നാണ്. ഭാഗ്യവശാൽ എന്ന വാക്ക് വാചകത്തിൽ ഉപയോഗിക്കണം. അപ്പോൾ ഒരു കുട്ടി എഴുതിയ വാചകം ഇതായിരുന്നു: സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഭാഗ്യവശാൽ ഞാൻ ചെളിയിൽ വീണു. അപ്പോൾ ടീച്ചർ അത് നോക്കി ഉത്തരം നോക്കിയിട്ട് ഇന്ന് ചിരിച്ചു. എന്നിട്ട് ആ കുട്ടിയെ വാത്സല്യത്തോടു കൂടി അടുത്ത് വിളിച്ച് ഇങ്ങനെ തമാശ രൂപേണ പറഞ്ഞു, എടാ മരഭൂതമേ, ഭാഗ്യം കൊണ്ടാണോ നമ്മൾ ചെളിയിൽ വീഴുന്നത്? അപ്പോൾ അവനുടനെ ഉത്തരം പറഞ്ഞത് അന്ന് സ്കൂളിൽ പോകണ്ടല്ലോ എന്നാണ്. അവൻ്റെ കണ്ണിൽ ഭാഗ്യം എന്ന് പറയുന്നത് അന്ന് സ്കൂളിൽ പോകാതിരിക്കുക എന്നുള്ളതാണ്. അതവന് അനുഗ്രഹമാണ്. നമ്മുടെ കണ്ണിൽ ചെളിയിൽ വീഴുക എന്ന് പറയുന്നത് ഭാഗ്യമല്ല, ഹതഭാഗ്യമാണ്. ഇതുപോലെ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, നമ്മൾ ഭാഗ്യമെന്ന് എണ്ണുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് ഭാഗ്യമായി മാറണമെന്നില്ല. ഒരു കർഷകൻ കൃഷി ഇറക്കി മഴയ്ക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. പൊരിഞ്ഞ വെയിലിൽ മഴയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ കിട്ടുന്ന ഒരു മഴ അദ്ദേഹത്തിന് ഭാഗ്യമാണ്. പക്ഷേ നമ്മുടെ കോഴിക്കോട് ടൗണിൽ മിൽക്ക് സർബത്ത് വിൽക്കുന്ന ഒരാളുണ്ട്. അയാൾക്ക് ഈ മഴ എന്ന് പറയുന്നത് ഭാഗ്യമല്ല, ഹതഭാഗ്യമാണ്, നിർഭാഗ്യമാണ്. കാരണം അന്നത്തെ ദിവസം ആരും സർബത്ത് കുടിക്കാനായിട്ട് അവിടെ വരില്ല. അപ്പോൾ ഒരിടത്ത് ഭാഗ്യമായി മാറുന്നത് മറ്റൊരിടത്ത് നിർഭാഗ്യമാണ്. അപ്പോൾ ലോകത്തിൻ്റെ കണ്ണിൽ നമ്മൾ ഭാഗ്യമായി എണ്ണുന്നതൊന്നും തന്നെ യഥാർത്ഥ ഭാഗ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഇവിടെയാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത, പ്രാധാന്യം വ്യക്തമാകുന്നത്. ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ, മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ സൗഭാഗ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 8 സൗഭാഗ്യങ്ങൾ. ഈ സൗഭാഗ്യങ്ങളിൽ എന്താണ് പറയുന്നത്? ലോകം കാണുന്നത് പോലെയുള്ള സൗഭാഗ്യങ്ങളല്ല യഥാർത്ഥ സൗഭാഗ്യങ്ങൾ എന്ന് കർത്താവ് വ്യക്തമാക്കി കൊടുക്കുകയാണ് ശിഷ്യന്മാർക്ക്. മലയിൽ വെച്ച് നടത്തുന്ന ഈ പ്രസംഗത്തിലാണ് ഈശോ ഇത് ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ഭാഗ്യം എന്താണ്, യഥാർത്ഥ അനുഗ്രഹം എന്താണ് എന്ന് അവർ തിരിച്ചറിഞ്ഞ് ജീവിക്കണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സൗഭാഗ്യങ്ങൾ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. ഇത് മനസ്സിലാക്കിയാൽ യഥാർത്ഥമായിട്ടുള്ള ഭാഗ്യങ്ങൾ അറിഞ്ഞ് ജീവിക്കാനായിട്ട് നമുക്ക് പറ്റും. ഈശോ പറയുന്ന ഈ ഭാഗ്യത്തിന് 3 പ്രത്യേകതകളുണ്ട്. ഒന്നാമതായി ഈശോ അത് റീഡിഫൈൻ ചെയ്യുകയാണ്, പുനർവ്യാഖ്യാനം നടത്തുകയാണ്. അപ്പോൾ ഭാഗ്യം എന്ന് പറയുന്നത് ലോകം കാണുന്നത് പോലെയുള്ള ഒരു ഭാഗ്യമല്ല എന്ന് വ്യക്തമായി ഈശോ പറഞ്ഞു തരികയാണ്. അപ്പോൾ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ കണ്ണിൽ സമ്പത്ത് അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സ്ഥലങ്ങളൊക്കെ സമ്പാദിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമായിട്ട് കാണാം. പലരും പറയുന്ന കേട്ടിലൊരു സമ്പത്ത് കയ്യിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു ജോലി ലഭിച്ചു, അതിൽ നിന്ന് നല്ലൊരു ശമ്പളം ലഭിക്കുന്ന ഒരു ജോലി ലഭിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവൾ രക്ഷപ്പെട്ടു, അവന് ഐശ്വര്യമായിപ്പോയി, നല്ല രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ സമ്പത്തോ സ്ഥാനമാനങ്ങളോ ഒക്കെ ലഭിക്കുമ്പോൾ അവർ രക്ഷപ്പെട്ടു, വലിയ ലോട്ടറി അടിച്ചു എന്നൊക്കെ രീതിയിൽ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത് യഥാർത്ഥ ഭാഗ്യമായിട്ട് നമ്മൾ പറയുകയാണ്. എന്നാൽ ഈശോ പറയുന്നത് ആത്മാവിൽ ദരിദ്രർ എന്ന് പറയുമ്പോൾ നിരന്തരമായിട്ട് ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു വ്യക്തി, അതായത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള വളർച്ചയിലാണ് യഥാർത്ഥ ഭാഗ്യം എന്ന് പ്രത്യേകമായിട്ട് ഈശോ വെളിപ്പെടുത്തി തരികയാണ്. അപ്പോൾ യഥാർത്ഥ ഭാഗ്യം എന്ന് പറയുന്നത് സമ്പത്തോ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല, മറിച്ച് നമ്മൾ ദൈവത്തിൽ നിരന്തരമായി ആശ്രയിച്ച് നീ മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുന്ന ഒരു ബന്ധത്തിലേക്ക് നമ്മൾ വരുന്നു എന്നുള്ളതാണ് യഥാർത്ഥ ഭാഗ്യം. രണ്ടാമത്തെ കാര്യം, ഈശോ പ്രാധാന്യം കൊടുക്കുന്നത് ആചാരങ്ങൾക്കല്ല പ്രാധാന്യം, മറിച്ച് ആന്തരിക വിശുദ്ധിക്കാണ്, ആന്തരിക മാറ്റത്തിനാണ് പ്രാധാന്യം എന്ന് ഈശോ വെളിപ്പെടുത്തി തരികയാണ്.
പലപ്പോഴും കുറേയധികം ആചാരങ്ങൾ അനുഷ്ഠിച്ചതുകൊണ്ട്, പ്രാർത്ഥന ആചാരങ്ങൾ അനുഷ്ഠിച്ചതുകൊണ്ട് നമ്മൾ വളരും എന്ന് നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ ആന്തരികമായിട്ടുള്ള ഒരു വിശുദ്ധി നമ്മൾ പ്രാപിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ സൗഭാഗ്യത്തിന് നമ്മൾ അർഹരാകുകയില്ല എന്ന് കർത്താവ് വെളിപ്പെടുത്തി തരികയാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് പറയുമ്പോൾ നമ്മൾ ബാഹ്യമായുള്ള അനുഷ്ഠാനങ്ങൾക്കല്ല പ്രാധാന്യം, മറിച്ച് ആന്തരികമായിട്ടുള്ള വിശുദ്ധി. അതിനുവേണ്ടിയാണ് നമുക്ക് സഭയിൽ കൂദാശകൾ നൽകപ്പെട്ടിട്ടുള്ളത്. ആ കൂദാശകൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയവിശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥമായ ഭാഗ്യത്തിന്, നിത്യസൗഭാഗ്യത്തിന് നമ്മൾ അർഹരാകുക എന്ന് വചനത്തിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്. മൂന്നാമതായി, അഷ്ടസൗഭാഗ്യത്തിൻ്റെ യഥാർത്ഥ പ്രത്യേകത വെളിപ്പെട്ട് കിട്ടുന്നത് 5-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ അഷ്ടസൗഭാഗ്യം പറഞ്ഞു തീരുന്നതോടുകൂടിയാണ്. അവിടെ പറയുന്നത്, എന്നെ പ്രതി നിങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിച്ച് ഉല്ലസിക്കുവിൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതായിരിക്കും എന്നാണ്. അപ്പോൾ ഈ ലോക ജീവിതത്തിൽ നമുക്ക് സഹനങ്ങൾ ഉണ്ടാകുന്നു. ആ സഹനങ്ങളൊന്നും തന്നെ വെറുതെ കടന്നു പോകുന്നില്ല എന്ന് ഈശോ വ്യക്തമാക്കി തരികയാണ്. പഴയ നിയമഭാഗത്തെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്, നിൻ്റെ നെടുവീർപ്പുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിൻ്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ എൻ്റെ കുപ്പിയിൽ ശേഖരിക്കുന്നു എന്നെല്ലാം ദൈവം പറയുന്നത്. ഈ ലോക ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സഹനങ്ങൾ വെറുതെ കടന്നു പോകുന്നില്ല, മറിച്ച് നിത്യസൗഭാഗ്യത്തിന് നമ്മെ അർഹരാക്കുന്ന കാര്യങ്ങളാണ് ഈ ലോക ജീവിതത്തിലെ സഹനങ്ങൾ എന്ന് വെളിപ്പെടുന്നതോടുകൂടി ഈശോയോടുകൂടി സഹനങ്ങൾ ഏറ്റെടുക്കുവാനും നമ്മുടെ ജീവിതം തന്നെ ഒരു ബലിയാക്കി മാറ്റുവാനും ഉള്ള ഒരു വിളി നമുക്കുണ്ട് എന്ന് വ്യക്തമാകുന്നു. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പ്രധാനമായിട്ട് കാണുന്നത്. ഒന്ന്, ലോകം കാണുന്നത് പോലെയുള്ള ഒരു ഭാഗ്യമല്ല യഥാർത്ഥ ഭാഗ്യം എന്ന് വെളിപ്പെട്ട് കിട്ടുന്നു. ദൈവവുമായുള്ള ബന്ധത്തിലാണ് യഥാർത്ഥമായിട്ടുള്ള ഭാഗ്യം കിടക്കുന്നത് എന്ന് വ്യക്തമാകുന്നു. രണ്ടാമതായി, ഹൃദയശുദ്ധി ബാഹ്യമായുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമല്ല, മറിച്ച് ഹൃദയത്തിലുള്ള വിശുദ്ധിയാണ് നിത്യസൗഭാഗ്യത്തിന് നമ്മെ അർഹരാക്കുന്നത് എന്ന് മനസ്സിലാക്കി തരുന്നു. അതുപോലെ തന്നെ മൂന്നാമത്, വർത്തമാനകാലത്തിലെ ഈ പ്രസൻറ്റ് ജീവിതത്തിലെ സഹനങ്ങൾ നമ്മെ നിത്യസൗഭാഗ്യത്തിന് അർഹരാക്കുന്നു എന്നുകൂടി അഷ്ടസൗഭാഗ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഇതാണ് ഭാഗ്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥം.